ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിനെ കുറിച്ചിട്ടാണ്. ഇൻ ദ ഇയർ 1914, മഹാരാജ ഓഫ് ട്രാവൻകൂർ ഹിസ് ഹൈനസ് ശ്രീ മൂലം തിരുനാൾ രാമവർമ്മ ത്രൂ എ പ്രൊക്ലമേഷൻ ഇൻട്രൊഡ്യൂസ്ഡ് ദ ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് റെഗുലേഷൻ ആക്ട്. 1914 അന്നത്തെ തിരുവിതാംകൂറിൻ്റെ മഹാരാജാവായിരുന്ന ശ്രീ മൂലം തിരുനാൾ രാമവർമ്മ അദ്ദേഹത്തിൻ്റെ രാജവിളംബരത്തിലൂടെ ദ ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് റെഗുലേഷൻ ആക്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു. The bank was registered in the year 1915 as the Trivandrum Central Cooperative Bank. 1915 നമ്മളുടെ ട്രിവാൻഡ്രം സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് രജിസ്റ്റർ ചെയ്തത്. 1914 ആക്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു. 1915 ട്രിവാൻഡ്രം സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് രജിസ്റ്റർ ചെയ്തു. Trivandrum Central Cooperative Bank was the first cooperative society to be formed in the former state of Travancore. പഴയ തിരുവിതാംകൂറിൽ രജിസ്റ്റർ ചെയ്ത ആദ്യത്തെ സൊസൈറ്റി ആയിരുന്നു ട്രിവാൻഡ്രം സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക്. 1914 ആക്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ദെൻ 1915 ബാങ്ക് രജിസ്റ്റർ ചെയ്തു. തിരുവിതാംകൂറിലെ ആദ്യത്തെ ബാങ്കായിരുന്നു, ആദ്യത്തെ സൊസൈറ്റി രജിസ്റ്റർ ചെയ്ത ആദ്യത്തെ സൊസൈറ്റി ആയിരുന്നു ട്രിവാൻഡ്രം സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക്. It started functioning as a bank on January 18, 1916 with a share capital of rupees 1 lakh made up of 1000 shares of rupees 100 each. പിന്നീട് ട്രിവാൻഡ്രം സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് ഒരു ബാങ്ക് എന്ന രീതിയിൽ പ്രവർത്തനം ആരംഭിച്ചത് 1916 ജനുവരി 18 അന്നത്തെ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 1 ലക്ഷം രൂപയായിരുന്നു. അതായത് 100 രൂപ വിലയുള്ള 1000 ഷെയർസിലൂടെയാണ് അന്നത്തെ ക്യാപിറ്റൽ കണ്ടെത്തിയത്. In the beginning, there were 16 cooperative societies and 69 individuals as its members. തുടക്കത്തിൽ ബാങ്കിൽ 16 കോപ്പറേറ്റീവ് സൊസൈറ്റികളും 69 ഇൻഡിവിജ്വൽസും ആയിരുന്നു മെമ്പേഴ്സായിട്ട് ഉണ്ടായിരുന്നത്. ഇൻ 1943, it was converted into the Travancore Central Cooperative Bank, giving it a federal character of the Travancore state. അതായത് ട്രിവാൻഡ്രം സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്കിനെ പിന്നീട് 1943 ഒരു ഫെഡറൽ ക്യാരക്ടർ കൊടുത്ത്, അതായത് കുറച്ചുകൂടി അധികാരങ്ങളൊക്കെ കൊടുത്തിട്ട് പിന്നെ കൺവേർട്ട് ചെയ്തിട്ട് ട്രാവൻകൂർ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്കായിട്ട് കൺവേർട്ട് ചെയ്തു. അതായത് ട്രിവാൻഡ്രം സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്കിനെ 1943 ഫെഡറൽ ക്യാരക്ടർ കൊടുത്തിട്ട് ട്രാവൻകൂർ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്കായിട്ട് കൺവേർട്ട് ചെയ്തു. The bank was reorganized as a state cooperative bank for Travancore Cochin State in the year 1954. പിന്നീട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം 1954 ട്രാവൻകൂർ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്കിനെ റീഓർഗനൈസ് ചെയ്ത് ഒരു സ്റ്റേറ്റ് ലെവൽ ബാങ്കാക്കി. എന്നിട്ട് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ഫോർ ട്രാവൻകൂർ കൊച്ചിൻ സ്റ്റേറ്റ് എന്നാക്കി മാറ്റി. 1954 നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം നമ്മളുടെ ഫെഡറൽ ക്യാരക്ടറുള്ള ബാങ്കിനെ പിന്നീട് സ്റ്റേറ്റ് ലെവലിലേക്ക് മാറ്റി. എന്നിട്ട് പേര് മാറ്റി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ഫോർ ട്രാവൻകൂർ കൊച്ചിൻ സ്റ്റേറ്റ് എന്നാക്കി മാറ്റി. ഇൻ 1956 കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് വാസ് ഫോംഡ്. കേരളം നിലവിൽ വന്നതിന് ശേഷം 1956 നമ്മളുടെ ബാങ്കിനെ ട്രാവൻകൂർ കൊച്ചിൻ കോപ്പറേറ്റീവ് ബാങ്കിനെ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് എന്നാക്കി റീഫോം ചെയ്തു. 1954 ഫെഡറൽ ക്യാരക്ടറുള്ള ബാങ്കിനെ സ്റ്റേറ്റ് ലെവലിലേക്ക് ഉയർത്തിയിട്ട് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ഫോർ ട്രാവൻകൂർ ആൻഡ് കൊച്ചിൻ എന്നാക്കിയിരുന്നു. പിന്നീട് കേരളം എന്ന സംസ്ഥാനം, നമ്മുടെ കേരളം രൂപീകരിച്ചതിന് ശേഷം 1956 വീണ്ടും പേര് മാറ്റി കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് എന്നാക്കി മാറ്റി. ഫസ്റ്റ് സെൻട്രൽ ബാങ്ക് അഫിലിയേറ്റഡ് ടു സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ഈസ് മലബാർ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക്. നമ്മളുടെ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് സെൻട്രൽ ബാങ്കാണ് മലബാർ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക്. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ഈസ് എ അപ്പെക്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയുന്നത് ഒരു അപ്പെക്സ് ലെവലിലുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. ഇറ്റ് കോർഡിനേറ്റ് ആൻഡ് കൺട്രോൾ ദി വർക്കിംഗ് ഓഫ് ദി ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് ഇൻ ദ സ്റ്റേറ്റ്. അതായത് നമ്മളുടെ കേരളത്തിലെ അല്ലെങ്കിൽ സ്റ്റേറ്റിലെ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കുകളുടെ പ്രവർത്തനങ്ങളെ കോർഡിനേറ്റ് ചെയ്യുകയും കൺട്രോൾ ചെയ്യുകയും ചെയ്യുകയാണ് മെയിൻ ഫംഗ്ഷൻ ഓഫ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയുന്നത്. ഇൻ ജൂലൈ 1966 the Kerala State Cooperative Bank was included in the second schedule of Reserve Bank of India Act 1934.
1966 കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഒരു ഷെഡ്യൂൾഡ് ബാങ്കായിട്ട് മാറി. അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സെക്കൻഡ് ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തി. അങ്ങനെ നമ്മളുടെ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഒരു ഷെഡ്യൂൾഡ് കോഓപ്പറേറ്റീവ് ബാങ്കായിട്ട് മാറി. കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഈസ് ദ ഫസ്റ്റ് ഷെഡ്യൂൾഡ് അപ്പെക്സ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഇൻ ദ കോഓപ്പറേറ്റീവ് ബാങ്കിങ് സെക്ടർ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഷെഡ്യൂൾഡ് അപ്പെക്സ് കോഓപ്പറേറ്റീവ് ബാങ്കാണ് നമ്മളുടെ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഫസ്റ്റ് ഷെഡ്യൂൾഡ് അപ്പെക്സ് കോഓപ്പറേറ്റീവ് ബാങ്കാണ് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയുന്നത്. കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഈസ് ദ ഓൺലി വൺ ഷെഡ്യൂൾഡ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഇൻ കേരള. കേരളത്തിൽ തന്നെ ആകെയുള്ള ഒരേ ഒരു ഷെഡ്യൂൾഡ് കോഓപ്പറേറ്റീവ് ബാങ്കാണ് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയുന്നത്. കൂടാതെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ അപ്പെക്സ് ഷെഡ്യൂൾഡ് കോഓപ്പറേറ്റീവ് ബാങ്കാണ് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് എന്നും പറയുന്നത്. In 1972, RBI issued license to the Kerala State Cooperative Bank for doing banking business. 1972 ബാങ്കിങ് ബിസിനസ് ചെയ്യാനുള്ള ലൈസൻസ് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കിന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇഷ്യൂ ചെയ്തു. The bank is doing the business of banking within the framework of rules, regulations, guidelines stipulated by Reserve Bank of India and NABARD. കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഒരു ഫിനാൻഷ്യൽ ബാങ്കാണ്. കൂടാതെ ബാങ്കിങ് ബിസിനസ് ചെയ്യുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെയും നബാർഡിൻ്റെയും റൂൾസും ഗൈഡ്ലൈൻസും റെഗുലേഷൻസും എല്ലാം ബേസ് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ അനുസരിച്ചിട്ടാണ്. The government of Kerala has taken a policy decision to convert the present three-tier short-term cooperative structure within the state into a two-tier structure. അതായത് ആ സമയങ്ങളിലെല്ലാം 2019 വരെ കേരളത്തിൻ്റെ ഷോർട്ട് ടൈം ക്രെഡിറ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത് 3 ടയർ ആയിരുന്നു. പിന്നീട് നമ്മളുടെ ഗവൺമെൻറ് എന്ത് വിചാരിച്ചു, ഈ 3 ടയർ സ്ട്രക്ചറിനെ 2 ടയർ സ്ട്രക്ചറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. From 29/11/2019 onwards, Kerala State Cooperative Bank and 13 district cooperative banks are functioning as a single entity with brand name Kerala Bank. അതായത് നവംബർ 29, 2019 നമ്മളുടെ 13 ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്കുകൾ സെക്ഷൻ 14A പ്രകാരം അവരുടെ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് നമ്മളുടെ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും കേരള ബാങ്ക് എന്ന ഒറ്റ ബ്രാൻഡ് നെയിമിൽ ഒരേ ഒരു ബാങ്കായിട്ട് പ്രവർത്തനം തുടങ്ങുകയും ചെയ്തു. നവംബർ 29, 2019 നവംബർ 29 KCS ആക്ട് സെക്ഷൻ 14A പ്രകാരം കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കിലേക്ക് 13 ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്കുകൾ അവരുടെ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ട്രാൻസ്ഫർ ചെയ്യുകയും കേരള ബാങ്ക് എന്ന ഒറ്റ ബ്രാൻഡ് നെയിമിൽ ഒരൊറ്റ ബാങ്കായി പ്രവർത്തനം തുടങ്ങുകയും ചെയ്തു. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, നമ്മളെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ 21 മെമ്പറാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലും ഉള്ളത്. ദെൻ ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ട്, അതിൻ്റെ കൂടെ തന്നെ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ട്, അതിൽ 9 മെമ്പേഴ്സാണ് ഉള്ളത്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലുള്ള 21 മെമ്പേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. അതിൽ 14 മെമ്പേഴ്സ് വൺ ഫ്രം ഈച്ച് ഡിസ്ട്രിക്ട് റെപ്രസെൻറ്റിംഗ് ദ പാക്സ്, അതായത് പ്രൈമറി അഗ്രികൾച്ചർ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസിലെ റെപ്രസെൻറ്റ് ചെയ്യുന്ന അതിലെ A ക്ലാസ് മെമ്പേഴ്സാണ് ആദ്യത്തെ 14 മെമ്പേഴ്സ് എന്ന് പറയുന്നത്. അതിൽ തന്നെ ജനറൽ കാറ്റഗറിയിൽ 10 മെമ്പേഴ്സ് ഉണ്ടായിരിക്കും. വുമൺ മെമ്പേഴ്സിന് റിസർവ് ചെയ്തിരിക്കുന്നത് 3 സീറ്റാണ് വുമൺ മെമ്പേഴ്സിന് റിസർവ് ചെയ്തിട്ടുള്ളത്. അതുപോലെ SC/ST റിസർവേഷനായിട്ട് ഒരു മെമ്പർക്കും സീറ്റ് റിസർവ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ 14 മെമ്പേഴ്സിൽ 10 സീറ്റ് ജനറൽ കാറ്റഗറിയാണ്. പിന്നീടുള്ള 3 സീറ്റ് വുമൺ മെമ്പേഴ്സിനും പിന്നെയുള്ള ഒരു സീറ്റ് SC/ST മെമ്പർക്കും റിസർവ് ചെയ്തിട്ട് ഉള്ളതാണ്. വുമൺ ഓർ SC/ST സീറ്റുകൾ റിസർവേഷൻ ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇന്ന ജില്ലയ്ക്ക് എന്ന് പെട്ടെന്ന് പറയാൻ പറ്റില്ല. അതിനു വേണ്ടിയിട്ട് ഏത് ജില്ലകളിൽ നിന്നാണ് ഇത്തരം മെമ്പേഴ്സിനെ സെലക്ട് ചെയ്യേണ്ടതെന്ന് രജിസ്ട്രാർ ലോട്ട് എടുത്തിട്ടാണ് തീരുമാനിക്കുക. 1 മെമ്പർ റെപ്രസെൻറ്റിംഗ് ദ അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക്. 14 മെമ്പേഴ്സ് കഴിഞ്ഞിട്ട് അടുത്ത 15ാമത്തെ മെമ്പർ എന്താ വെച്ചാൽ 1 മെമ്പർ റെപ്രസെൻറ്റിംഗ് ദ അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക്. അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കിലെ A ക്ലാസ് മെമ്പറാണ് അടുത്ത 15ാമത്തെ മെമ്പർ എന്ന് പറയുന്നത്. 2 ഇൻഡിപെൻഡൻറ്റ് പ്രൊഫഷണൽ ഡയറക്ടേഴ്സ് നോമിനേറ്റഡ് ബൈ ഗവൺമെൻറ്. അടുത്ത 2 മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഗവൺമെൻറ് നോമിനേറ്റ് ചെയ്യുന്ന 2 പ്രൊഫഷണൽ ഡയറക്ടേഴ്സാണ്. ദെൻ 4 എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ്, അവർ ഒന്ന് സെക്രട്ടറി കോർപ്പറേഷൻ ഗവൺമെൻറ് ഓഫ് കേരള, ദെൻ RCS of Cooperative Societies, Chief General Manager NABARD Regional Office കേരള, MD കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക്. ഇതൊക്കെയാണ് 4 എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പാർട്ട് ഫ്രം ദി 21 members, 1 member who shall be invited by the Director
board to represent the non-credit societies for a period of 1 year on rotation basis from among the apex cooperative federations of the state. അതായത് നമ്മൾ ആദ്യം പറഞ്ഞ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലുള്ള 21 മെമ്പേഴ്സിനെ കൂടാതെ ഡയറക്ടർ ബോർഡ് ഒരു മെമ്പറിനെ നോൺ ക്രെഡിറ്റ് സൊസൈറ്റികളെ റെപ്രസെൻറ്റ് ചെയ്യുന്നതിനായിട്ട് അപ്പെക്സ് കോപ്പറേറ്റീവ് ഫെഡറേഷനുകളിൽ നിന്ന് സെലക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കാലാവധി എന്ന് പറയുന്നത് 1 ഇയർ ആയിരിക്കും. ഈ മെമ്പറിന് വോട്ടിംഗ് റൈറ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഈ 21 മെമ്പേഴ്സിന് കൂടാതെ ഒരു മെമ്പറിനെ എക്സ്ട്രാ സെലക്ട് ചെയ്യുന്നുണ്ട് ഡയറക്ടർ ബോർഡ്. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോൺ ക്രെഡിറ്റ് സൊസൈറ്റികളെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എവിടെ നിന്നാണ് സെലക്ട് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പെക്സ് കോപ്പറേറ്റീവ് ഫെഡറേഷനുകളിൽ നിന്നാണ് സെലക്ട് ചെയ്യുന്നത്. 1 ഇയർ ആയിരിക്കും ഇദ്ദേഹത്തിൻ്റെ കാലാവധി. അതുമാത്രമല്ല ഇദ്ദേഹത്തിന് വോട്ടിംഗ് റൈറ്റ് ഉണ്ടായിരിക്കുന്നതല്ല. The government may nominate 2 members as per section 31 of KCX Act. ഇവരെ കൂടാതെ തന്നെ KCS ആക്ട് 31 പ്രകാരം ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു, 2 മെമ്പേഴ്സിനെ കൂടി നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ KCS ആക്ട് 31 എന്താ പറയുന്നത്? നോമിനീസ് ഓഫ് ഗവൺമെൻറ് ഓൺ കമ്മിറ്റി ഓഫ് ആൻ അപ്പെക്സ് ഓർ എ സെൻട്രൽ സൊസൈറ്റിയാണ് സെക്ഷൻ 31 പറയുന്നത്. ഈ സെക്ഷൻ പ്രകാരം നമ്മളുടെ ഗവൺമെൻറ് നോമിനേറ്റ് ചെയ്ത 2 മെമ്പേഴ്സ് കൂടി എക്സ്ട്രാ എന്തിലുണ്ടായിരിക്കും? ഈ 21 മെമ്പേഴ്സിന് കൂടാതെ എക്സ്ട്രാ 2 മെമ്പേഴ്സ് കൂടി ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പം മൊത്തം നമ്മൾ 21 മെമ്പേഴ്സിന് കൂടാതെ 3 മെമ്പേഴ്സ് കൂടി എക്സ്ട്രാ ബോർഡിൽ ഉണ്ടായിരിക്കും. എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൺസിസ്റ്റിംഗ് ഓഫ് 9 മെമ്പേഴ്സ്. നമ്മൾ ഈ ബോർഡിലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ മൊത്തം 9 മെമ്പേഴ്സ് ഉണ്ടായിരിക്കും. ബാങ്ക് ഹാസ് 3 റീജിയണൽ ഓഫീസസ് അറ്റ് ട്രിവാൻഡ്രം, എറണാകുളം ആൻഡ് കാലിക്കറ്റ്. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിന് 3 റീജിയണൽ ഓഫീസസാണ് ഉള്ളത്. തിരുവനന്തപുരത്തുണ്ട്, എറണാകുളത്തുണ്ട്, അതുപോലെ കാലിക്കറ്റിലുമായിട്ട് 3 റീജിയണൽ ഓഫീസസ് ഉണ്ട്. ദ മെയിൻ സോഴ്സ് ഓഫ് ഫണ്ട്സ് ആർ ഷെയർ ക്യാപിറ്റൽ, ഡെപ്പോസിറ്റ് ആൻഡ് ബോറോയിങ്സ്. നമ്മുടെ ബാങ്കിൻ്റെ മെയിൻ സോഴ്സ് ഓഫ് ഫണ്ട് എന്ന് പറയുന്നത് ഷെയർ ക്യാപിറ്റൽ ഉണ്ട്, ഡെപ്പോസിറ്റ് ആണ്, പിന്നെ അതുകൂടാതെ ബോറോയിങ്സും ആണ് മെയിൻ സോഴ്സ് ഓഫ് ഫണ്ട് എന്ന് പറയുന്നത്. മാനേജിംഗ് ഡയറക്ടർ ഈസ് ദ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. മാനേജിംഗ് ഡയറക്ടർ എന്ന് പറയുന്നത് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരിക്കും. അദ്ദേഹത്തിന് റാങ്ക് എന്ന് പറയുന്നത് IAS ഓഫീസറുടെ റാങ്ക് ആയിരിക്കും. ദ ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂഡ് ബൈ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ആർ സമൃദ്ധി കാർഡ് ആൻഡ് കോബാങ്ക് കാർഡ്. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡുകളാണ് സമൃദ്ധി കാർഡും അതുപോലെ കോബാങ്ക് കാർഡുകളും. The Principal State Partnership Fund, Section 44 is maintained by Kerala State Cooperative Bank. Kerala State Cooperative Bank ആണ് Principal State Partnership Fund മെയിൻറ്റെയിൻ ചെയ്യുന്നത്. The head office of the bank is at Trivandrum. തിരുവനന്തപുരത്താണ് നമ്മളുടെ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഹെഡ് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്. The head office of the bank consisting of 6 departments, each headed by a general manager. അതായത് നമ്മൾ ഹെഡ് ഓഫീസിൽ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഹെഡ് ഓഫീസിൽ മൊത്തം 6 ഡിപ്പാർട്ട്മെൻറ്റാണ് ഉള്ളത്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റും കൈകാര്യം ചെയ്യുന്നത് അല്ലെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് എന്ന് പറയുന്നത് ഓരോ ജനറൽ മാനേജർമാരായിരിക്കും. അങ്ങനെ മൊത്തം 6 ഡിപ്പാർട്ട്മെൻറ്റ് ഏതാ നോക്കാം. ജനറൽ അഡ്മിനിസ്ട്രേഷൻ, HR ആൻഡ് ലോ, ക്രെഡിറ്റ് മോണിറ്ററിംഗ് ആൻഡ് റിക്കവറി, ബിസിനസ് പ്ലാനിംഗ് ആൻഡ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ്, ജനറൽ ബാങ്കിങ് ആൻഡ് ട്രഷറി, ഓഡിറ്റ്, ഇൻസ്പെക്ഷൻ ആൻഡ് മാർക്കറ്റിംഗ്, IT ആൻഡ് ഡിജിറ്റൽ ബാങ്കിങ്. ഇതൊക്കെയാണ് 6 ഡിപ്പാർട്ട്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഹെഡ് ഓഫീസിലെ 6 ഡിപ്പാർട്ട്മെൻറ്റ്സ്. ദ റീജിയണൽ ഓഫീസസ് ആർ ഹെഡഡ് ബൈ ദി റീജിയണൽ മാനേജേഴ്സ് ഇൻ ദ റാങ്ക് ഓഫ് ജനറൽ മാനേജർ. അതായത് ജനറൽ മാനേജറുടെ റാങ്കിലുള്ള റീജിയണൽ മാനേജേഴ്സാണ് റീജിയണൽ ഓഫീസുകളുടെ ഹെഡ് എന്ന് പറയുന്നത്. The regional offices are headed by the regional managers in the rank of general manager. അത് നമ്മൾ നേരത്തെ പറഞ്ഞു. Then Kerala State Cooperative Bank is the connecting link between money market and cooperative movement. അതായത് നമ്മളുടെ മണി മാർക്കറ്റിനെയും കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിനെയും കണക്ട് ചെയ്യുന്ന ഒരു കണക്റ്റിംഗ് ലിങ്ക് ആയിട്ട് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് പ്രവർത്തിക്കുന്നു. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ഈസ് ദ കണക്റ്റിംഗ് ലിങ്ക് ബിറ്റ്വീൻ നബാർഡ് ആൻഡ് ദ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ സ്റ്റേറ്റ്. നമ്മളുടെ സ്റ്റേറ്റിലെ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനെയും നബാർഡിനെയും കണക്ട് ചെയ്യുന്ന ഒരു കണക്റ്റിംഗ് ലിങ്ക് ആയിട്ട് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് പ്രവർത്തിക്കുന്നുണ്ട്. ആസ്തി ACSTI, the Agricultural Cooperative Staff Training Institute, was established by Kerala State Cooperative Bank in the year 1992 at Trivandrum, Manvila. അതായത് നമ്മളുടെ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഒരു
ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ആസ്തി അഥവാ ദ അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് സ്റ്റാഫ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത്. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് 1992 തിരുവനന്തപുരത്തെ മാൻവിളയിലാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ആസ്തി ഈസ് രജിസ്റ്റേർഡ് അണ്ടർ ട്രാവൻകൂർ കൊച്ചിൻ ലിറ്റററി സയൻറ്റിഫിക് ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റീസ് ആക്ട് 1955. ആസ്തി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് നമ്മളുടെ ട്രിവാൻഡ്രം കൊച്ചിൻ ലിറ്റററി സയൻറ്റിഫിക് ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റീസ് ആക്ട് 1955 പ്രകാരമാണ്. ദ ഗവേണൻസ് സ്ട്രക്ചർ ഓഫ് ദ ആസ്തി കൺസിസ്റ്റിംഗ് ഓഫ് ജനറൽ കൗൺസിൽ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി ആൻഡ് ട്രെയിനിങ് അഡ്വൈസറി കമ്മിറ്റി. നമ്മുടെ ആസ്തിയിലെ സ്ട്രക്ചർ അല്ല ആസ്തിയുടെ ഗവേണിംഗ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ജനറൽ കൗൺസിൽ ഉണ്ടായിരിക്കും, എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ടായിരിക്കും, അതുപോലെ ഒരു ട്രെയിനിങ് അഡ്വൈസറി കമ്മിറ്റി ഉണ്ടായിരിക്കും. ഈ മൂന്നും ചേർന്നതാണ് ഒരു ഭരണഘടന അല്ലെങ്കിൽ ഒരു ഭരണത്തിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ആസ്തിയിലെ ഒരു ഘടന എന്ന് പറയുന്നത് ജനറൽ കൗൺസിൽ ഉണ്ടായിരിക്കും, അതുപോലെ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ട്, അതുപോലെ ഒരു ട്രെയിനിങ് അഡ്വൈസറി കമ്മിറ്റി കൂടി ചേർന്നതാണ്. The General Council of ആസ്തി ഈസ് ഹെഡഡ് ബൈ ഹോണറബിൾ മിനിസ്റ്റർ ഫോർ കോർപ്പറേഷൻ. അതായത് കോർപ്പറേഷൻ്റെ മിനിസ്റ്റർ ഫോർ കോർപ്പറേഷൻ ആണ് നമ്മളുടെ ആസ്തിയുടെ ജനറൽ കൗൺസിലിൻ്റെ ഹെഡ് എന്ന് പറയുന്നത്. ക്യാംകോ ഫിനാൻസ്ഡ് ബൈ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ഫിനാൻസ് ചെയ്യുന്ന മറ്റൊരു സ്ഥാപനമാണ് ക്യാംകോ എന്ന് പറയുന്നത്.